എനിക്ക് അറിയാനുള്ള ഒരു സംശയമുള്ളത്, കോളറ എന്നുള്ളത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതാണോ? അതെ, അതായത് മലം വഴിയാണ് പകരുന്നത്. ഇപ്പൊ ഈ വളരെയധികം മലം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ തുണിയിലുണ്ടാവും, അയാളുടെ കൈകാലിലുണ്ടാവും, അയാളെ നോക്കുന്ന ആളുകളുടെ കയ്യിൽ അത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കൈ കഴുകാതെ ആ ആ കയ്യിലെ സ്രവങ്ങൾ നമ്മുടെ വായിൽ എത്തിക്കഴിഞ്ഞാൽ ആ വഴി വരും. അപ്പൊ അതുകൊണ്ട് കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് വരാൻ ആ രീതിയിൽ പേഴ്സൺ ടു പേഴ്സൺ വേണേൽ ട്രാൻസ്മിഷൻ വരാം. പക്ഷെ നല്ല പേഴ്സണൽ ശുചിത്വം, നമ്മൾ മറ്റേ വ്യക്തി ശുചിത്വം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൈയെ വായിലേക്ക് പോകുന്നതിന് മുമ്പ് വൃത്തിയായിട്ട് സോപ്പ് ഇട്ടിട്ട് കഴുകുക, സാനിറ്റൈസർ ഇട്ട് കഴുകുക ചെയ്യുകയാണെങ്കിൽ അത് വരേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ആ ആളുടെ തുണിയും മറ്റൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, വാഷ് ചെയ്യുന്ന ആളുകൾ, അവരും അവരെ വ്യക്തി ശുചിത്വം കാര്യമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ ശ്വാസം വഴി സ്പ്രെഡ് ചെയ്യുന്ന ഒരു സംഭവമല്ല. മാസ്കിന് റോളൊന്നുമില്ല കോളറ തടയാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ വ്യക്തി ശുചിത്വം, ഈ കൈ കഴുകലൊക്കെയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കൈയെ വായിലേക്കോ, അല്ലെങ്കിൽ പ്രധാനമായിട്ട് വായ വഴി തന്നെ പോകുള്ളൂ, വായിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്തായാലും വൃത്തിയായിട്ട് കഴുകേണ്ടതാണ്. അതുപോലെ തന്നെ പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മലം കലർന്ന സ്രവങ്ങൾ നമ്മുടെ വായിൽ എത്താതിരിക്കുക, വയറ്റിലെത്താതിരിക്കുക. അതെ, അതിലിപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത് രോഗലക്ഷണം മാറിയാലും ഏതാനും ദിവസങ്ങൾ കൂടി രോഗിയിൽ നിന്ന് രോഗം പകരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ രോഗലക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ വയറിളക്കം കുറഞ്ഞു എന്ന് മാത്രമല്ലേ പറയാവുന്നുള്ളൂ. അപ്പൊ വൈറൽ ലോഡ് കംപ്ലീറ്റ് മലത്തിൽ നിന്ന് ഇല്ലാതെയാവാൻ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അവിടെയും ഈ പേഴ്സണൽ ശുചിത്വം വേണം, അതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ നമ്മുടെ സെപ്റ്റിക് ടാങ്കുകൾ വളരെ കറക്റ്റ് ആയിരിക്കണം. ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സെപ്റ്റിക് ടാങ്കുകൾ ഇന്ന് ലീക്ക് ചെയ്യുന്നുണ്ടാവും. കിണറ്റിലേക്ക് വരികയാണെങ്കിൽ ആ കിണർ വെള്ളം നമ്മൾ ബോയിൽ ചെയ്യാതെ യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് തടയാൻ സത്യം പറഞ്ഞാൽ കുറെ രീതിയിൽ എളുപ്പമാണിത്. പക്ഷെ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അതെ, താങ്കൾ തുടരണം. ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ഡോക്ടർ ബിന്ദു മോഹൻ, തിരുവനന്തപുരം DMO ഉണ്ട്. ഡോക്ടർ ബിന്ദു, ഈ നെയ്യാറ്റിൻകരയിലേത് ഇപ്പോൾ എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്? 12 പേർക്ക് ലക്ഷണങ്ങളോടെ ചികിത്സ നൽകുന്നു എന്ന് പറയുന്നു. ഒരാൾക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്, മറ്റൊരാളുടെ മരണം ഇതുകൊണ്ടാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് കൂടിയൊരു നമ്പറിലേക്ക് ഇത് വന്നിട്ടുണ്ട് എന്നതാണോ വിലയിരുത്തൽ? ടെലിഫോൺ ലൈനിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഡോക്ടറിലേക്ക് എത്താം. ഡോക്ടർ അരുൺ, ഇപ്പോൾ നമ്മൾ ഈ എറണാകുളത്തേക്ക് വന്നാൽ നമ്മൾ ഈ ചില കോളറ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, അതായത് എറണാകുളത്തെ വിഷയം കൂടിയുണ്ട്. ഡെങ്കിപ്പനി എന്നുള്ളത് അതിരൂക്ഷമായി വ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനത്തെ 54% ഡെങ്കി ബാധിതരും എറണാകുളത്ത് തന്നെയാണ് എന്നതാണ്. ശനിയാഴ്ച മാത്രം 86 കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് നമുക്കറിയാം. എറണാകുളം എന്ന് പറയുമ്പോൾ ഒരുപാട് കൊതുക് ഉള്ളതാണ്. സാധാരണ കൊതുകല്ല, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ ഇതും ഒരു കൂടിയ അളവിലേക്ക് വരുന്നത് എന്തുകൊണ്ടാകാം? ഇതിൽ ഒരു കാരണം ഞാൻ വായിച്ചത്, ഇപ്പോൾ ഇക്കുറി ഉണ്ടായിട്ടുള്ള മഴ, അത് കൃത്യമായി ഇവരുടെ പ്രജനനം അനുസരിച്ച് അതിന് കൃത്യമായ ഇടവേളകളിൽ മഴ വന്നു എന്നുള്ളത് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിട്ടുണ്ട് എന്നതാണ്. ഡോക്ടർ അരുൺ. അതെ, പല കാരണങ്ങളുണ്ട്. ഡെങ്കി സൈക്ലിക്കലായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് ഇതിനു മുമ്പ് ഇത്രയധികം കേസ് വന്നൊരു 7-10 കൊല്ലം മുമ്പായിരിക്കും. ആ ഒരു 7-10 കൊല്ലം കഴിയുമ്പോൾ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആളുകളുടെ എണ്ണം ആ സമൂഹത്തിൽ ഒരു പരിധിയിൽ അധികം ഉണ്ടാകുമ്പോൾ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലുണ്ട്. ഇപ്പൊ പാലക്കാട് 2017 ഏറ്റവും കാര്യമായിട്ട് വന്നത്. പക്ഷെ ഇത്തവണ വളരെ കാര്യമായിട്ടില്ല, കുറേശ്ശേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു 2-3 വർഷം കഴിഞ്ഞാൽ പാലക്കാടും സിവിയർ ആയിട്ട് വരാം. ഒരു ഗ്യാപ്പ് വേണം രണ്ടും തമ്മിൽ. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം തന്നെ നമുക്ക് വീണ്ടും ഡെങ്കി വരാൻ സാധ്യത കുറവാണ്. അതൊരു കുറച്ചൊരു ഗ്യാപ്പ് വേണം. അപ്പൊ അങ്ങനെ ചില കാരണങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ കൊതുവിന്റെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടാവാം. ഇന്റർമീഡിയന്റ് റെയിൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ പെയ്താൽ എല്ലാം അടിച്ചു മാറ്റി കളയുന്ന രീതിയിലുള്ള മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഉണ്ടാവാറില്ല. ചെറിയ ചെറിയ മഴകൾ വരുന്നു, പിന്നെ കുറച്ച് 1-2 ദിവസം മഴ പെയ്യുന്നില്ല, പിന്നെ ആദ്യം മഴ പെയ്യുന്നു. ഇന്റർമീഡിയന്റ് റെയിൻ ഒരു പ്രധാന കാരണമായിരിക്കാം. പിന്നെ ഒരുപാട് മറ്റേ തെളിഞ്ഞ വെള്ളത്തിലാണ് ഈ ഏഡിസ് കൊതു പ്രജനനം നടത്തുന്നത്. അപ്പൊ തെളിഞ്ഞ വെള്ളങ്ങൾ പല രീതിയിൽ ഉണ്ടാവും. വീടിന്റെ ചുറ്റിലോ ഫ്ലാറ്റിന്റെ ചുറ്റിലൊക്കെ തന്നെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ട്. ആ വേസ്റ്റുകളിലൊക്കെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന വേസ്റ്റുകൾ, വല്ല ബക്കറ്റ് ആയിക്കോട്ടെ, മഗ് ആയിക്കോട്ടെ, ടയറുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്ലവർ വേസ്റ്റുകളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ നമുക്കുണ്ട്. ആ വേസ്റ്റുകളിൽ ഈ വെള്ളം കെട്ടി നിൽക്കുകയും ആ വെള്ളത്തിൽ കൊതുക് പറ്റിപ്പെരുകയാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ കൊതുക് ഒരു 400 മീറ്ററിന്റെ അപ്പുറമൊന്നും പറക്കുന്നില്ല. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള കൊതുക് തന്നെയാണ് നമുക്ക് അസുഖം തരുന്നത്. ഒരു ഓഫീസിൽ കടി കിട്ടിയാൽ ഓഫീസിന്റെ ചുറ്റുമുള്ള കൊതുക് തന്നെയാണ്. അപ്പൊ നമ്മുടെ പരിസരം വൃത്തിയാക്കിയാൽ തന്നെ വളരെ നല്ല പകൽ സമയത്താണ് ഇത് കടിക്കുന്നത്. അതെ, കൂടുതൽ പകൽ സമയത്താണ്, രാത്രി കിടക്കുമ്പോഴല്ല. കൊണ്ട് ഓഫീസ്, സ്കൂള്, അതുപോലെ തന്നെ വീടിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങള്, അവിടെയൊക്കെ തന്നെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റുകയും ആ വെള്ളം കെട്ടി നിൽക്കുകയെല്ലാം നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ആക്കി വെക്കാൻ സാധിച്ചാൽ തന്നെ ഇത് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ കൊതുകടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വലകൾ സാധിക്കുമെങ്കിൽ വലകൾ വെക്കുക,
അതുപോലെ അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പനി വന്നു കഴിഞ്ഞാൽ ഉടനെ ആളെ കൊതുകുവലയിലുള്ള ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളിൽ നിന്ന് പകരം നമുക്ക് കുറച്ച് തടയാൻ സാധിക്കും. അതുപോലെ കൊതുക് നശിപ്പിക്കാനുള്ള വേറെ പരിപാടി ഇപ്പൊ ഫ്രഷ് വാട്ടറിൽ ഈ മത്സ്യങ്ങളുണ്ടെങ്കിൽ കൊതുകുകൾ വരുന്ന കുറയും. അപ്പോൾ അങ്ങനെയുള്ള ഫ്രഷ് വാട്ടർ ഇങ്ങനെ ശേഖരിച്ചിരിക്കുന്ന കുളങ്ങളായാലും അതുപോലെ തോടുകളായാലും മത്സ്യങ്ങൾ വളർത്തുന്നത് നല്ലതാണ്. വയലുകളിൽ മത്സ്യങ്ങൾ വളർത്തുന്നത് നല്ലതാണ്. അതുണ്ടെങ്കിൽ അതിന്റെ പ്രജനനം കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷെ ഇതൊക്കെ ചെയ്താലും ഡെങ്കിയെ നമുക്ക് എനിക്ക് തോന്നുന്നത് കൊറയെ പോലെ തന്നെ ഇല്ലാതെയാക്കാൻ സാധിക്കാൻ വളരെ വിഷമമായിട്ടുള്ള കാര്യമാണ്. ഈ ലോകത്തിലെ എല്ലാ ഭാഗത്തും ഡെങ്കി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ട്രോപ്പിക്കൽ കൺട്രീസ് പണ്ട് പറഞ്ഞെങ്കിലും ഇപ്പോൾ എല്ലാ ഭാഗത്തും ആഗോള താപനം കൊണ്ട് ചൂട് കൂടിയത് കൊണ്ട് ഇതുവരെ ഡെങ്കി കാണാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പൊ ഡെങ്കി വരുന്നുണ്ട്. പക്ഷെ ഡെങ്കി നമുക്ക് കണ്ടുപിടിക്കുകയും അതിന്റെ രീതിയിൽ വേണ്ട രീതിയിൽ ചികിത്സകൾ ചെയ്യുകയും ചെയ്താൽ വളരെ നല്ല രീതിയിൽ അതിൽ ഈ ഡെങ്കിപ്പനി ബാധിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരിലും രോഗലക്ഷണം കുറവായിരിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ? 5% പേർക്ക് തീവ്രത കൂടാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ചിലർക്കെങ്കിലും അതിൽ രോഗലക്ഷണങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ഭൂരിഭാഗം പേരിലും ഒരുപക്ഷെ ഈ ഡെങ്കിപ്പനിയൊക്കെ വന്നു പോയിരിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? പഠനങ്ങൾ കാണിച്ചിരിക്കുന്ന വലിയ അസിംപ്റ്റമാറ്റിക് ആയിട്ട് ഒരുപാട് പേര് ഉണ്ട് എന്നുള്ളതാണ്. സിംപ്റ്റമാറ്റിക് സീരിയസ് സിംറ്റംസ് ഇല്ലാത്ത എന്നാണ് അത് ഒരു പഴയ ചില പഠനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് അത്രത്തോളം കൃത്യതയോടെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു ക്ലിനിക്കൽ പ്രാക്ടീസ് വെച്ചിട്ട് പനി എന്തായാലും ഇല്ലാതിരിക്കില്ല, പനി എന്തായാലും ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഡെങ്കി മാതിരിയുള്ള മോഡലുള്ള വെരി ഹൈ ഫീവറും തലവേദന, മേലും കൈയും വേദന, ചിലർക്ക് ഛർദി, വയറുവേദന അങ്ങനെയുള്ള രീതിയിലേക്ക് ഫുൾ ഫ്ലഡ്ജ് ഡെങ്കി ഉണ്ടാവണമെന്നില്ല. പനി 2-3 ദിവസം പനി എന്തായാലും ഇല്ലാതെ വരുന്ന ഒരു വളരെ വളരെ അപൂർവമാണ്. എന്തായാലും പനി ഉണ്ടാവും. പക്ഷെ സാധാരണ നില ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഡെങ്കിന്റെ കാര്യത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 4-ാമത്തെ 5-ാമത്തെ ദിവസം പനി മാറും. പക്ഷെ ആ ദിവസം മുതലാണ് ക്രിട്ടിക്കൽ ഫേസ് എന്ന് പറയുന്ന മറ്റേ ബ്ലീഡിങ് വരാനും BP കുറയാനൊക്കെ ഉള്ള ഷോക്ക് വരാനൊക്കെ ഉള്ള, അതായത് BP കുറഞ്ഞിട്ടുണ്ടാവുന്ന ഡെങ്കി ഷോക്ക് സിൻഡ്രോം ഒക്കെ വരാനുള്ള ഏറ്റവും സാധ്യതയുള്ള ദിവസങ്ങൾ 4, 5, 6, 7 ദിവസങ്ങളാണ്. 4-ാമത്തെ 5-ാമത്തെ ദിവസം പനി മാറും. നമ്മുടെ നിർഭാഗ്യവശാൽ ഈ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും തന്നെ പനി മാറിയ ഉടനെ അവർ പണിക്ക് പോകണം. ആൾക്കാർക്ക് പണിക്ക് പോകണം, ജീവിക്കണം. ഇപ്പൊ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 4-ാമത്തെ 5-ാമത്തെ ദിവസം പണിക്ക് പോകുന്ന ആളായിരിക്കും അവിടെ പണിസ്ഥലത്ത് വെച്ച് തലകറങ്ങി വീഴുകയും BP കുറഞ്ഞിട്ട് ആശുപത്രിയിൽ എത്തിക്കുകയും ചിലപ്പോൾ പെട്ടെന്ന് മരണത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത. അപ്പൊ ഡെങ്കി നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 ദിവസം പൂർണ്ണമായിട്ട് റെസ്റ്റ് ചെയ്യാം. അതെ, അതായത് ഈ പനി മാറിക്കഴിഞ്ഞും പ്രത്യേകിച്ച് അത് കഴിഞ്ഞൊരു 3-4 ദിവസം കൂടിയൊക്കെ വളരെ കാര്യമായി തന്നെ ശ്രദ്ധിക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. മറ്റൊന്നിപ്പോൾ ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നതും ഏതാണ്ട് ഈ വൈറൽ ഫീവർ പോലെയൊക്കെയുള്ള ലക്ഷണങ്ങളാണല്ലോ. അതിൽ വ്യത്യസ്തമാക്കുന്ന ലക്ഷണം എന്താണ്? കണ്ണിന് പിന്നിലുള്ള വേദന തുടങ്ങിയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ സന്ധി പേശി വേദനയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള പനി, ഇപ്പൊ ഞാൻ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള പനി ജലദോഷപ്പനിയാണ്. അപ്പൊ ജലദോഷപ്പനി ഈ ഡെങ്കിയിൽ ജലദോഷം ഉണ്ടാവില്ല. അപ്പൊ ജലദോഷമുള്ള ഒരു പനിയാണെങ്കിൽ നിങ്ങൾക്ക് ഡെങ്കി ആവാൻ സാധ്യത വളരെ 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 കുറവാണ്. ജലദോഷമുള്ള പനിയാണ് നിങ്ങൾക്ക് 3-4 ദിവസം വെയിറ്റ് ചെയ്യാം. എന്നാൽ വെറും പനി, അത് ചിലപ്പോൾ പനിയുടെ കൂടെ തലവേദന, പേശിവേദന, കണ്ണിന്റെ പിന്നിലെ വേദന, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ വെറും പനി, ഹൈ ഫീവർ, യൂഷ്വലി ഡെങ്കി ഹൈ ഫീവർ ആയിരിക്കും. 3-4 പ്രാവശ്യമൊക്കെ പാരസറ്റമോൾ കൊടുത്താലും കുറയാത്തൊരു പനിയാണെങ്കിൽ ഡെങ്കി ടെസ്റ്റ് ചെയ്യുക. ഡെങ്കി ടെസ്റ്റ് ചെയ്തത് പോസിറ്റീവ് ആണെങ്കിൽ ആ പനി തുടങ്ങിയ അന്ന് മുതൽ 10 ദിവസം പൂർണ്ണമായിട്ട് വീട്ടിൽ വിശ്രമിച്ചാൽ തന്നെ വേറെ ഒരു ചികിത്സയില്ലാതെ ആൾക്ക് സുഖമായിട്ട് പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. വേറെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ ടെസ്റ്റ് ചെയ്യൽ ഡെങ്കിയിൽ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് അത് ഡെങ്കി ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പനി മാറിയ ദിവസം ഭൂരിഭാഗം പേരും പുറത്തിറങ്ങി ജോലിക്ക് പോവുകയും ചെയ്യുമ്പോൾ ആ സമയമാണ് ഏറ്റവും ക്രിട്ടിക്കൽ ഫേസ്. ആ ടൈമാണ് പ്ലേറ്റ്ലെറ്റ് കുറയും, PCV കൂടുകയും BP കുറയുകയൊക്കെ ചെയ്യുന്ന സമയം. അത് നമ്മൾ ചിലപ്പോൾ മിസ്സാവും. അപ്പൊ അവിടെയാണ് ഈ പ്രോബ്ലം വരുന്നത്. ജലദോഷം ഉണ്ടെങ്കിൽ അത് ഡെങ്കി ആവാൻ സാധ്യത വളരെ കുറവാണ്. അതെ, അപ്പോൾ ഇതിൽ ഈ പ്രതിരോധം പോലെ തന്നെ ചികിത്സയ്ക്കും വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. ചികിത്സ കൃത്യമായി ഇതിൽ എടുത്തില്ല എന്നുള്ളത് ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് പോകാം. കൗണ്ട് കുറയുക, അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് രക്തസമ്മർദ്ദം കുറയുക, ഇതൊക്കെ ഇതിന്റെ പ്രത്യാഘാതമായി വരുന്നതാണല്ലേ? അതെ, പക്ഷെ ഇതെല്ലാം തന്നെ കേവലം റെസ്റ്റ് കൊണ്ട് മാറ്റാവുന്നതാണ്. ഭൂരിഭാഗം ആൾക്കാർ സ്ട്രോങ് ഫീവർ, ഹൈ ഫീവർ ഉള്ള ആളുകൾക്ക് വീട്ടിലെ റെസ്റ്റ് മാത്രം മതി. അവിടെയും നിർജ്ജലീകരണ ഒരു പ്രശ്നമാണ്. കുറച്ച് വെള്ളങ്ങൾ കൂടുതൽ കുടിക്കണം. ഉപ്പുള്ള വെള്ളങ്ങൾ, കഞ്ഞിവെള്ളം, ORS എല്ലാം ധാരാളം കുടിക്കുക. ശക്തിയായ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പ് കൊടുക്കേണ്ടി വരും. വോമിറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ, ഛർദി ഒന്നും ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ മാനേജ് ചെയ്യുന്നതാണ് ഡെങ്കി ഭൂരിഭാഗം ആൾക്കാർക്ക്. പക്ഷെ ഡെങ്കിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം കൂടി കൗണ്ട് ഒക്കെ നോക്കുന്ന ടെസ്റ്റ് ചെയ്ത് നല്ലതാണ്. ഇപ്പൊ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആൾക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ Day 1 മുതൽ Day 10 വരെ, 10-ാം ദിവസം വരെ വീട്ടിൽ പൂർണ്ണ വിശ്രമം എടുത്താൽ 11-ാം ദിവസം ആൾക്ക് ജോലിക്ക് പോകാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടി, 2 തവണ, അതായത് 2-ാമത്തെ തവണ കൂടി ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സൂക്ഷിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
അതായത് നമ്മൾ ഡെങ്കി 4 വൈറസാണ്. 5 വൈറസിന്റെ ശരിക്കും 4 നമ്മൾ സാധാരണ കാണുന്നത്. അതിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും വരില്ല. നമുക്ക് ആജീവനാന്തം ഇമ്മ്യൂണിറ്റി കിട്ടും. എന്നാൽ മറ്റു ടൈപ്പുള്ള വൈറസുകൾ 3 ടൈപ്പ് വീണ്ടും വരാം. അത് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ നമ്മുടെ ഡെങ്കി വൈറസിനെതിരായിട്ടുള്ള ചില ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. എന്നാൽ നിർഭാഗ്യവശാൽ ആന്റിബോഡീസ് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നത്. ആ ആന്റിബോഡീസും ഈ വൈറസും തമ്മിലുള്ള ഒരു പ്രതിപ്രവർത്തനം കാരണം ഈ ഡെങ്കി ഷോക്ക് സിൻഡ്രോം, ഡെങ്കി ഹെമറേജിക് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലുണ്ട്. വളരെയധികം കൂടുതലുണ്ട് എന്ന് പറയുന്നില്ല, കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം വന്ന ആളുകൾ യൂഷ്വലി ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് 5 or 10 ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും വരിക. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കരുതൽ വേണം എന്ന് മാത്രമേ പറയാം. വളരെ നന്ദി ഡോക്ടർ, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഇപ്പോൾ സംസ്ഥാനത്ത് പനി പലതരത്തിൽ വ്യാപിക്കുകയാണ്. അത് മഴക്കാലം കൂടിയാകുമ്പോൾ അതിൻ്റെ എണ്ണം കൂടുകയാണ്. പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 11,000-ന് മുകളിലേക്കാണ് നിലവിൽ. അത് പലതരത്തിലുള്ള പനികളുണ്ട്. അതിനിടെയാണ് ഏറ്റവും കൂടുതൽ ആശങ്ക പരത്തിക്കൊണ്ട് തലസ്ഥാനത്ത് കോളറയും ഒപ്പം എറണാകുളത്ത് ഡെങ്കിപ്പനിയും അതിരൂക്ഷമായി വ്യാപിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഡോക്ടർ NM അരുൺ കാര്യങ്ങൾ വിശദീകരിച്ചത്.